മണിക്കാണ് ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം റെക്കോർഡിംഗ് രാത്രി 1 മണിക്ക് ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. സമയം 2:30 ആയപ്പോൾ ആ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി. ഞാൻ സെൻഡ് ചെയ്ത് തന്നു. രാവിലെ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. രാവിലെ ആയപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ രാത്രി തന്നെ തന്നത്. പഠിച്ചോ എല്ലാവരും? പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? പഠിച്ചോ? പഠിച്ചില്ലേ? പഠിച്ചില്ലേ? സോ നോക്കാം. സോ നമ്മൾ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത്? ഇത് കൺസെന്റ് അല്ലേ? നമ്മൾ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത്? കൺസെൻസ് അല്ലേ? ലാസ്റ്റ് നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? ഇത് കൺസെന്റ് അല്ലേ? അല്ലേ? ലാസ്റ്റ് നഴ്സിംഗ് ഫൗണ്ടേഷൻ സ്റ്റോപ്പ് എവിടെയാ? കൺസെന്റ് അല്ലേ? അല്ലെ? യെസ് കൺസെന്റ് അല്ലേ? കൺസെന്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സിലബസിൽ വരുന്ന ഒരു കാര്യമാണ് കൺസെന്റ്. സിലബസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസെന്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര കൺസെന്റ് ഉണ്ട്? എത്ര ടൈപ്സ് ഓഫ് കൺസെൻസ് ഉണ്ട്? ആർക്ക് പറയാം? എത്ര ടൈപ്സ് ഓഫ് കൺസെൻസ് നമുക്കുണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? നമുക്ക് എത്ര ടൈപ്സ് കൺസെന്റ് ഉണ്ട്? ചോദ്യം വരും, ഒരു ചോദ്യം ചോദിക്കും, നമുക്ക് എത്ര ടൈപ്പ് കൺസെന്റ് ഉണ്ട്? എത്ര ഉണ്ട്? പറയടേ, പറഞ്ഞങ്ങോട്ട്. എത്രയുണ്ട്? 1 ആണോ 2 3 ആണോ? എത്രയുണ്ട്? പറയാ, എത്രയുണ്ട്? പേര് 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 മൊത്തം 2 ആണോ 3 ആണോ? മൊത്തം 3 ടൈപ്പ് കൺസേൺ ഉണ്ട്. നമുക്ക് മൊത്തമായിട്ട് 3 ടൈപ്പ് കൺസേൺ ഉണ്ട്. ഏതൊക്കെയാ? നമുക്ക് മൊത്തം പഠിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ 3 ടൈപ്സ് ഓഫ് കൺസേൺ ഉണ്ട്. അറിയാം ആർക്കെങ്കിലും? നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ 3 ടൈപ്സ് ഓഫ് കൺസെന്റ് പ്രധാനമായിട്ട് ഉണ്ട്. പേരൊക്കെ ഒന്ന് ഇൻഫോംഡ് കൺസെന്റും, സെക്കൻഡ് ഏതാ? ഇൻഫോംഡും സെക്കൻഡ് ഏതാ? എക്സ്പ്രസ്ഡ് ഉണ്ടോ? എക്സ്പ്രസ്ഡ് ഉണ്ടോ? ഇൻഫോംഡും എക്സ്പ്രസ്ഡും ഇംപ്ലൈഡ് ഉണ്ടോ? ഇംപ്ലൈഡ് അല്ലെങ്കിൽ നോൺ വെർബൽ. ഇംപ്ലൈഡ് അല്ലെങ്കിൽ നോൺ വെർബൽ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ്. ഒരു ചോദ്യം ചോദിക്കുന്ന ഭാഗം പഠിക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ഫൗണ്ടേഷനിലെ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ചെറിയ സ്മാൾ ടോപ്പിക്ക്, പക്ഷെ ഒരു ചോദ്യം ചോദിക്കും. നഴ്സിംഗ് ഫൗണ്ടേഷനിലെ ഒരു ചെറിയൊരു സ്മാൾ ടോപ്പിക്ക്, പക്ഷെ ചോദ്യം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഉണ്ടായിരിക്കും. കൺസെന്റ് വളരെ ഇമ്പോർട്ടന്റ്. സ്റ്റാർട്ട് ചെയ്യാമോ എല്ലാരും? സ്റ്റാർട്ട് ചെയ്യാമോ? ഒന്നും എഴുതരുത്, നോട്ട് തരാം. ഒന്നും എഴുതരുത്, നോട്ട് തരും. ഓക്കെ. സോ ഫസ്റ്റ് വരുന്നത് കൺസെന്റിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസെന്റിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും ഇൻഫോംഡ്? എപ്പോഴെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന മുമ്പായിട്ട് പേഷ്യന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന മുമ്പായിട്ട് പേഷ്യന്റിൽ നിന്ന് ഒരു കൺസെന്റ് വാങ്ങിയിട്ടുണ്ടോടെ? ഒരു പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ എല്ലാരും? എപ്പോഴെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന മുമ്പായിട്ട് പേഷ്യന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ? പറഞ്ഞേ. എനി ടൈം, എപ്പോഴായാലും, രാത്രിയായാലും രാവിലെ ആയാലും ഒരു പെർമിഷൻ, ഞാൻ ഇത് ചെയ്തോട്ടെ, ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തോട്ടെ, ഡോക്ടർ എഴുതിയതാണ്, രാത്രിയായി, ഡോക്ടർ ഇപ്പൊ എഴുതിയതാണ്, ഞാൻ എടുത്തോട്ടെ. അപേക്ഷ ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇഞ്ചക്ഷൻ അല്ലേ? പേഴ്സ് ചോദിക്കും, എനിക്ക് എന്തിനാ ഇപ്പൊ ഇഞ്ചക്ഷൻ? ഡോക്ടർ ഇപ്പൊ എഴുതിയാണ്, ഞാൻ എടുത്തോട്ടെ. ചോദിക്കാറുണ്ടെങ്കിലും ഡോക്ടർ ഇപ്പോ എഴുതിയതാണ്, ഞാൻ എടുത്തോട്ടെ. ഇനി ചോദിക്കാറുണ്ടെങ്കിലും ആരെങ്കിലും ചോദിക്കാറുണ്ടോ? രാത്രി ഒരു 12 മണിയായി, ആ സമയത്ത് ഡോക്ടർ ഇപ്പൊ എഴുതിയാണ്, ഞാനന്ന് ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തോട്ടെ. ചോദിക്കും, സിസ്റ്റർ എന്തിനാ സിസ്റ്റർ രാത്രി 12 മണിക്ക് എനിക്ക് ഇഞ്ചക്ഷൻ? രാത്രി 12 മണിക്ക് എനിക്ക് എന്തിനാണ് ഈ സമയത്ത് ഇഞ്ചക്ഷൻ? ചോദിക്കാറുണ്ടെങ്കിലും ഏതെങ്കിലും പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ടോ? രാത്രി 12 മണി കഴിഞ്ഞു, സിസ്റ്റർ എനിക്കിപ്പോ എന്തിനാ ഇഞ്ചക്ഷൻ? ചോദിച്ചിട്ടുണ്ടോ? ആ സമയത്ത് എന്താണ് കാരണം?
ഈ സമയത്ത് ഇഞ്ചക്ഷൻ തരണമെങ്കിൽ എന്താണ് കാരണം എന്ന് പറഞ്ഞു കൊടുത്ത് ഇഞ്ചക്ഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? സർക്കാർ ആശുപത്രിയല്ല, പ്രൈവറ്റിൽ. സർക്കാരിൽ പറയാറില്ലല്ലോ, സർക്കാർ ആശുപത്രിയിൽ പറയാറില്ല, ചോദിക്കുന്നില്ല, പോയത് കൊടുക്കും. നീ വേണമെങ്കിൽ എടുത്താൽ മതി അല്ലേ? അല്ലേടേ, വേണമെങ്കിൽ എടുക്ക്, ഞാൻ തരുന്നു, നീ എടുക്കുക, അല്ലേ? സത്യമല്ലേ? സർക്കാരിൽ, സർക്കാർ ഞാൻ തരും, വേണമെങ്കിൽ മാത്രം എടുക്കുക. എന്റെ ഇഷ്ടമാണ്, അല്ലേ? എന്റെ ഇഷ്ടമാണ്, തന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം. ഞാൻ തരും, ഞാൻ ഉറക്കം ഉണർത്തിരുന്ന് തരികയാണ്. പക്ഷെ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങ് മാറുമല്ലേ, ആ സ്വ മാറുമല്ലേ? ശരിയല്ലേ? ഇന്നതാണ് കാരണം, ഇന്ന സമയത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവിടെ ആർക്കെങ്കിലും അറിയാമോ കാര്യം? ആരെങ്കിലും ഇത് പ്രൈവറ്റിലും ഇത് ഗവൺമെന്റിലും ഒരുപാടാക്കിയിട്ടുണ്ടോ? ഇത് പ്രൈവറ്റിലും ഇത് ഗവൺമെന്റിലും ട്രെയിനിങ് ആയാലും ശരി, എന്തായാലും ശരി, ഒരുപോലെ, ഇത് കോൺട്രാക്ട് ആയാലും ശരി, ഒരുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ ആരെങ്കിലും? ഇത് പ്രൈവറ്റിലും ഗവൺമെന്റിലും ഒരുപോലെ. ആ വ്യത്യാസം അറിയാമോ? വ്യത്യാസം അറിയാമല്ലോ. സർക്കാരാണ് ചോദിക്കുന്നത് അല്ലേ? സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ ഞാൻ തരും, ഞാൻ ഉറക്കം എണീച്ച് വന്ന് രാത്രി 12:30 തരുന്നതാണ്, നീ വേണമെങ്കിൽ എടുത്തോ, തട്ടി വിളിക്കും. പക്ഷെ പ്രൈവറ്റിലാണെങ്കിൽ ആ പേര് വിളിച്ച് ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞ് എന്തിനാ എടുക്കുന്നത് പറയാറില്ലേ? 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 ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അങ്ങനെ ആരെയുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കി. പ്രൈവറ്റില് സർക്കാരിലെ വ്യത്യസ്തത അറിയാമല്ലോ. അത് പ്രൈവറ്റിലാണെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുത്ത് കാരണം വിശദീകരിച്ച് കൊടുക്കും. പക്ഷെ സർക്കാരിലാണെങ്കിൽ ഒന്നും വിശദീകരിക്കത്തില്ലല്ലോ, ഒന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ തരും, 12 മണി കഴിഞ്ഞ് എനിക്ക് ഉറങ്ങണം, അല്ലേ? രാവിലെ പല ജോലി ഉള്ളതാണ്, രാവിലെ 4 മണിക്ക് എണീറ്റ് അടുത്ത ഇഞ്ചക്ഷൻ എല്ലാം റെഡിയാക്കി ഒക്കെ ഉള്ളതാണ്. ഞാൻ തരും, വേണമെങ്കിൽ ഇപ്പൊ എടുത്തോ എന്ന് പറയാറില്ലേ? ഉണ്ടോ? ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? സോ ഇൻഫോംഡ് കൺസെന്റ് എന്താ? പറയാറില്ലേ? ഉണ്ട്, പറയാറുണ്ടല്ലോ. പറയാറുണ്ടോ? പറയാറുണ്ടോ? ഉണ്ടല്ലോ. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നതാ ഒരു ക്ലയന്റിൽ നിന്നും ഓൾറെഡി ആയിട്ട് പെർമിഷൻ വാങ്ങാറില്ലേ? എന്ത് ഹെൽത്ത് കെയറുമായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും ഒരു ക്ലയന്റിൽ നിന്നും വോളണ്ടറി ആയിട്ട് പെർമിഷൻ വാങ്ങിച്ചാൽ ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? അല്ലേ? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് ഇത് മെന്റലി ആയ ഒരു പേഷ്യൻ, നല്ല മെന്റലി സ്ട്രോങ് ആയ പേഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു പേഴ്സൺ എഴുതി തരുന്ന എഗ്രിമെന്റ് ആണോ ഇൻഫോംഡ് കൺസെന്റ്? ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ നല്ല മെന്റലി കോമ്പിറ്റന്റ് ആയിട്ട് പേഷ്യന്റ് എഴുതി തരുന്ന ഒരു കൺസെന്റ് ആണോ, ഒരു എഗ്രിമെന്റ് ആണോ ഇൻഫോംഡ് കൺസെന്റ്? നല്ല മെന്റലി ആയ സ്ട്രോങ് കോമ്പിറ്റന്റ് പേഷ്യന്റ് എഴുതി തരുന്ന ഒരു എഗ്രിമെന്റ് ആണോ ഇൻഫോംഡ് കൺസെന്റ്? ആണല്ലോ, 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 ആണല്ലോ. ഇത് ആരും എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും എഴുതി വാങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും എഴുതി വാങ്ങിയിട്ടുണ്ടോ ഇൻഫോംഡ് കൺസെന്റ്? ഉണ്ടോ ഇവിടെ? ഉണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്. ആ കൺസെന്റിലെ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ കൺസെന്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു കൺസെന്റ് വാങ്ങുമ്പോൾ ആ കൺസെന്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു കൺസെന്റ് വാങ്ങുമ്പോൾ ആ ഒരു കൺസെന്റ് എന്തൊക്കെയുണ്ട്? പേഷ്യന്റിനടുത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? പേഷ്യന്റിനടുത്ത് എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താണ് ഹെൽത്ത് പ്രോബ്ലം? ഫസ്റ്റ് എന്താ? ഫസ്റ്റ് പേഷ്യന്റ് ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞെടുക്കോ? ഫസ്റ്റ് ഓൺ ഈസ് ദ പേഷ്യന്റ് ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ? ആ ഹെൽത്ത് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ കാര്യം, ആ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിന്റെ ആവശ്യകത എന്താണ്? ആ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിന്റെ ആവശ്യകത എന്താണ്? അല്ലെ? ആ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി സ്വീകരിക്കാനുള്ള ആവശ്യകത എന്താണ്? രണ്ടാമത് പറഞ്ഞേ. ശരിയല്ലേ? അല്ലേടേ? ഇല്ലടേ? അല്ലേടേ? ആ ഒരു ട്രീറ്റ്മെന്റ് കാരണം ഇവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകാം? ശരിയല്ലേ? ശരിയല്ലേ? റിസ്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? റിസ്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? റിസ്ക്, എന്തൊക്കെ റിസ്ക് ആണ് ഈ ഒരു പ്രൊസീജിയർ കാരണം വരാൻ പോകുന്നത്? അല്ലേ? താങ്കൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ റിസ്ക് ആണ് വരാൻ പോകുന്നത് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് പറഞ്ഞ വരോടി പേഷ്യന്റ്, അത് പറഞ്ഞ രാവിലെ 5 മണിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വരോടി പേഷ്യന്റ്, ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. വരുമോ? വരുമോ? അല്ലല്ലേ? വരോടെ ആയിരിക്കും. റിസ്ക് പറയുമ്പോ തന്നെ രാവിലെ വിളിച്ചുണർത്തി, രാവിലെ 5 മണിക്ക് വിളിച്ചുണർത്തി ഹെൽത്ത് പ്രോബ്ലവും ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞ ശേഷം റിസ്ക് പറയുമ്പോൾ വരുമോ? വരോടെ?
വേണ്ടെന്ന് പറയല്ലേ, വേണ്ട വേണ്ട എനിക്ക് വേണ്ട അല്ലെ. ആ മാത്രമല്ല വേറെ ഒരു കാര്യം, ഇത്ര കാര്യം പറഞ്ഞു. ഇനി ഈ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യം എന്നാലും എത്ര നാളത്തേക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? വീണ്ടും പറയാറുണ്ട്, തനിക്ക് എത്ര നാൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, തനിക്ക് എത്ര നാൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യതയുണ്ടെന്ന് പറയാറില്ലേ? എത്ര സമയം എടുക്കും, ഈ ഒരു അസുഖം മാറാൻ വേണ്ടി എത്ര സമയം എടുക്കും, എത്ര നാളത്തേക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് എന്നെല്ലാം കൂടെ പറഞ്ഞെടുക്കാറുണ്ടോ? ഉണ്ടോടെ? ഉണ്ടല്ലോ. പറയാറുണ്ട്. ഏറ്റവും അവസാനം എന്ത് പറയും? ഏറ്റവും അവസാനം സൈഡ് എഫക്ട് പറയാറുണ്ട്. സൈഡ് എഫക്ട് അവസാനമായിട്ട് സൈഡ് എഫക്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ടോ പറയാറുണ്ടോ? ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കാറല്ലേ? സോ ഇത്രയല്ലേ ഇൻഫോംഡ് കൺസൾട്ടിനകത്ത് പ്രധാനപ്പെട്ട സംഭവമല്ലേ? മിക്കവാറും സർജറീസ് എല്ലാം നിങ്ങൾ പറയേണ്ട കാര്യമല്ലേ? മിക്കവാറും ഏതൊരു പേഷ്യന്റ് സർജറിക്ക് പോയാലും പറയേണ്ട കാര്യം ഈ 5 അല്ലേ? ഏതൊരു പേഷ്യന്റ് സർജറിക്ക് പോയാലും നിങ്ങൾ ആസ് എ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ട 5 കാര്യം ഇതാണ്. 5 പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പറയുകയാണെങ്കിലും എവിടെയല്ലേ നിങ്ങളുടെ ജോലി എന്താ? ഫയൽ എഴുതി കംപ്ലീറ്റ് ചെയ്യല്ലേ? ഫയൽ എഴുതി മാത്രമാണല്ലേ? എഴുതുക എഴുതുക എഴുതുക, എഴുതിക്കൊണ്ടേയിരിക്കുക അല്ലേ? അതല്ലേ നിങ്ങളുടെ മെയിൻ ജോലി? അതല്ലേ? ഫയൽ മാത്രം എഴുതുക. പറയാറില്ല, സംസാരിക്കാറില്ല. സമയത്തിന് പോയി ഇഞ്ചക്ഷൻ കൊടുക്കും, ടാബ്ലറ്റ് കൊടുക്കും, മെഡിസിൻ കൊടുക്കും, ഫയൽ എഴുതും. പക്ഷെ അധികമായിട്ടൊന്നും പേഷ്യനോട് ആരും സംസാരിക്കാറില്ലല്ലോ. ഉണ്ടോ? എവിടെ? എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു പേഷ്യന്റ് സർജറിക്ക് പോകുന്ന മുമ്പായിട്ട് ഇത്രയും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു പേഷ്യന്റ് സർജറിക്ക് പോകുന്ന മുമ്പായിട്ട് 5 കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇനിയും ഞാൻ ഈ പറഞ്ഞ 5 കാര്യം ഏതെങ്കിലും പേഷ്യന്റിനോട് സർജറി പോകുന്ന മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എവിടെ? ഉത്തരവില്ല. ഉത്തരവില്ലല്ലോ. ഉത്തരവുണ്ടോ? എസ് ആരെങ്കിലും കൺസെന്റ് എഴുതി വാങ്ങിക്കാറില്ലേ? ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ടല്ലേ? ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ടല്ലേ? ഓടിപ്പോവും, ഒപ്പിടും, വാങ്ങും, തിരിച്ചു വരും അല്ലേ? ഓടിപ്പോകും, ഒപ്പിട്ട് വാങ്ങിക്കും, തിരിച്ചു വന്ന് ബാക്കി കാര്യം നോക്കും. അതിനകത്ത് എന്ത് എഴുതിക്കുന്നോ വായിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഓടിപ്പോകും, ഒപ്പിട്ട് വാങ്ങും, ഉടനെ വരും, അടുത്ത കാര്യം നോക്കും. പക്ഷെ അതിനകത്ത് എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയിട്ടില്ലല്ലോ. കുഞ്ഞെ കൊണ്ടുകൂടെ ഇൻഫോംഡ് കൺസെന്റിനകത്ത് ഇതുവരെ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഇല്ല. വായിച്ച് കാണിക്കല്ലേ? സോ എല്ലാവർക്കും ഫസ്റ്റ് കൺസെന്റ് ക്ലിയർ. ഇൻഫോംഡ് കൺസെന്റ് കിട്ടിയോ? ഇത് ക്ലയന്റിൽ നിന്ന് മേടിക്കുന്ന വോളണ്ടറി പെർമിഷനെ വിളിക്കുന്ന പേര്. ഇതാണ് ചോദ്യം. ക്ലയന്റിൽ നിന്ന് ഗുഡ് ഈവനിങ് ക്ലയന്റിൽ നിന്ന് വാങ്ങുന്ന വോളണ്ടറി പെർമിഷനെ വിളിക്കുന്ന പേരെന്താ? ഒരു ക്ലയന്റിൽ നിന്ന് മേടിക്കുന്ന വോളണ്ടറി പെർമിഷനെ എന്താണ്? ഒരു പേഷ്യന്റിൽ നിന്ന്, ഒരു ക്ലയന്റിൽ നിന്ന് വാങ്ങുന്ന വോളണ്ടറി പെർമിഷനെ വിളിക്കുന്ന പേരെന്താ? ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? ഒരു ക്ലയന്റിൽ നിന്ന് വാങ്ങുന്ന വോളണ്ടറി പെർമിഷൻ ഇൻഫോംഡ് കൺസെന്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഇൻഫോംഡ് ക്ലിയർ ആയോ? ഗുഡ് ഈവനിങ്. ഇതിനകത്ത് ഇപ്പൊ JPHN എക്സാം പോകുന്ന ആൾക്കാർക്ക് കുറെ റെക്കോർഡിംഗ് കിട്ടിയോടെ? JPHN എക്സാം പോകുന്ന ആൾക്കാർക്ക് റെക്കോർഡിംഗ് കിട്ടിയോ? ഇനിയുണ്ട് കേട്ടോ. ടുമോറോ തന്നെ ബാക്കിയുള്ള മെഡ്സോ റെക്കോർഡിങ്സ് ടുമോറോ തരും കേട്ടോ. ബാക്കിയുള്ളവർക്കും JPHN എക്സാം പോകുന്ന ആൾക്ക് സെപ്പറേറ്റ് ഫീസും കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. റെക്കോർഡിങ്സ് കിട്ടുന്നുണ്ട്, പഠിക്കുക കേട്ടോ. ഇനി ഇൻഫോംഡ് കൺസെന്റ്. ഇൻഫോംഡ് പോലെ തന്നെ വേറെ കൺസെന്റ് ഉണ്ടോ? ഇൻഫോംഡ് പോലെ തന്നെ വേറെ കൺസെന്റ് ഉണ്ടോ? ഉണ്ടോ? ഇൻഫോംഡ് കൺസെന്റ് പോലെ തന്നെ വേറെ കൺസെന്റ് ഉണ്ടോ? എക്സ്പ്രസ്ഡ് കൺസെന്റ് ഉണ്ടോ? എക്സ്പ്രസ്ഡ് കൺസെന്റ് ചോദ്യം വരും. ഇൻഫോംഡ് കൺസെന്റ് പോലെ തന്നെ വേറെ കൺസെന്റ് ഉണ്ടോ? എക്സ്പ്രസ്ഡ് കൺസെന്റ് ഉണ്ടോ? ഉണ്ടോ ഇവിടെ? എക്സ്പ്രസ്ഡ്
എക്സ്പ്രസ്ഡ് ഉണ്ടോ? ഉണ്ടോ? എന്തായിരിക്കും സംഭവം? എന്തായിരിക്കും എക്സ്പ്രസ്ഡ് ബാക്കിന് അർത്ഥം? എക്സ്പ്രസ്ഡ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോംഡ് കൺസെന്റ് പഠിച്ചു. ഇനി എന്താണ് എക്സ്പ്രസ്ഡ് കൺസെന്റ്? ഓർമ്മ നമുക്ക് ചില സമയത്ത് ഒരു ഫോം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് എഴുതി പഠിക്കണ്ടേ? നോർമലി എഴുതി പഠിക്കണ്ടേ? അതിൽ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ എപ്പോഴും അത് എഴുതി മേടിക്കാൻ ആവശ്യമില്ലേ? പേഷ്യന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് സൈൻ ചെയ്ത് മേടിക്കണ്ടേ? നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് സൈൻ ചെയ്ത് മേടിക്കണ്ടേ? നേരത്തെ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് സൈൻ ചെയ്ത് മേടിച്ചത് അത് ഇൻഫോംഡ് അല്ലേ? നേരത്തെ പറഞ്ഞ 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് സൈൻ മേടിച്ച എന്തായിരിക്കും? കൺസെന്റ്? ഇൻഫോർമലാണോ ഫോർമലാണോ ഏതാണ്? നേരത്തെ പറഞ്ഞാൽ 5 കാര്യങ്ങൾ ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ പേഷ്യന്റ് പറഞ്ഞ് സൈൻ മേടിച്ചാൽ ഇൻഫോംഡ് കൺസെന്റ് അല്ലേ? അപ്പോൾ എന്താണ് എക്സ്പ്രസ്ഡ്? എക്സ്പ്രസ്ഡ് കൺസെന്റ്? എന്താ? ഇവിടെ പേഷ്യന്റ് എടുത്ത് ഇത് എഴുതി മേടിക്കാറുണ്ടോ? ഇവിടെ പേഷ്യന്റ് എടുത്ത് എക്സ്പ്രസ്ഡ് കൺസേൺ പേഷ്യന്റ് എഴുതി മേടിക്കാറുണ്ടോ? എക്സ്പ്രസ്ഡ് കൺസേണിനകത്ത് പേഷ്യന്റ് കയ്യിൽ നിന്നും എഴുതി മേടിക്കാറുണ്ടോ? ഉണ്ടോ? പേഷ്യന്റ് സ്വന്തം കൈ അക്ഷരത്തിൽ നോർമലി പേഷ്യന്റ് സ്വന്തം കൈ സൗണ്ട് കേൾക്കാമല്ലോ? സൗണ്ട് കേൾക്കാമല്ലോ? ആ, അപ്പൊ ഇത് എക്സ്പ്രസ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്രസ്ഡ് കൺസെന്റ് എന്ന് പറയാൻ പേഷ്യന്റ് കയ്യിൽ നിന്നും എന്തെങ്കിലും എഴുതി മേടിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും എഴുതി മേടിക്കാറുണ്ടോ? ഉണ്ടോ? എന്താ എഴുതി വെക്കാറുള്ളത്? സ്വന്തം കൈയക്ഷരം കൊണ്ടാണോ? എക്സ്പ്രസ്ഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് കയ്യിൽ നിന്നും സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതി മേടിക്കാറുണ്ടോ എവിടെയെങ്കിലും? ചോദിക്കട്ടെ, പേഷ്യന്റ് അക്ഷരം കൊണ്ട് പേഷ്യന്റ് നമുക്ക് എഴുതി തരാറുണ്ട് എപ്പോഴെങ്കിലും? ആരെങ്കിലും എപ്പോഴും മറ്റൊരു പേഷ്യന്റ് നിന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പേഷ്യന്റ് കയ്യിൽ നിന്ന് സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതി വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിന്റെ കൺസെന്റാ. അത് എന്ത് കൺസെന്റ്? എക്സ്പ്രസ്ഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കൊണ്ട് തന്നെ എന്താണോ കൺസെന്റ് വാങ്ങുന്നത്, ലീഗൽ ഇഷ്യൂസും എത്തിക്കൽ റീസൺസും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും നമ്മൾ എഴുതി മേടിക്കുന്നതിന് വിളിക്കപ്പെടുന്നതാ. എപ്പോഴെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നോ ഒരു കൺസെന്റ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് ലീഗൽ ഇഷ്യൂസും എത്തിക്കൽ റീസൺസും എല്ലാം പറഞ്ഞുകൊണ്ട് ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ അതോ ആ പേഷ്യന്റെ കയ്യിൽ നിന്നോ ഒരു സംഭവം ഒരു കൺസെന്റ് എഴുതി വാങ്ങിച്ചാൽ എന്ത് വിളിക്കാം? ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ വ്യക്തിയുടെ കയ്യിൽ നിന്നോ എഴുതി മേടിച്ചത് വിളിക്കാം എക്സ്പ്രസ്ഡ് കൺസെന്റ് അല്ലേ? ശരിയല്ലേ? എക്സ്പ്രസ്ഡ് അല്ലേ? അപ്പോൾ ഇൻഫോംഡും എക്സ്പ്രസിന്റെ വ്യത്യാസം എന്താ? ഇൻഫോംഡ് ആണെങ്കിൽ സൈൻ മാത്രമല്ലേ വാങ്ങുന്നത്? നമ്മൾ എഴുതി കൊണ്ടുപോയി സൈൻ മാത്രമാണ് ചെയ്യുന്നത്. ഇൻഫോംഡ് കൺസെന്റ് ആണെങ്കിൽ നമ്മൾ എഴുതി കൊണ്ടുപോയി പേഷ്യന്റ് സൈൻ മാത്രമല്ലേ വയ്ക്കുക? ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം നമ്മൾ പ്രിന്റഡ് ആയിട്ട് കൊണ്ടുപോയാലും പേഷ്യന്റ് ഒപ്പ് മാത്രം ഇട്ടാൽ ഇൻഫോംഡ് അല്ലേ? ശരിയല്ലേ? നമ്മൾ എന്താണോ പേഷ്യന്റ് ഫ്രണ്ട് കൊണ്ടുപോകുന്നത് ഒപ്പിട്ടാൽ മാത്രം ഇൻഫോംഡ് അല്ലേ? അതേസമയം നമ്മൾ എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ്പ്രസ്ഡ് അല്ലേ? അല്ലേ? വ്യത്യാസം മനസ്സിലായോ? എത്തിക്കൽ റീസൺസും എല്ലാം കൃത്യമായി ഇത് എഴുതി കൊണ്ടുപോയി എന്താ
ലീഗൽ റീസൺസും എത്തിക്കൽ റീസൺസും എല്ലാം എഴുതി മാത്രം കൊണ്ടുവരുന്ന എക്സ്പ്രസ്ഡ് കൺസെന്റ് അല്ലേ. ലീഗൽ ഇഷ്യൂസും എത്തിക്കൽ ഇഷ്യൂസും എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഹാൻഡ് റിട്ടൺ എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ വിളിക്കാം എക്സ്പ്രസ്ഡ് കൺസെന്റ്. എത്ര വയസ്സ് നമ്മൾ കൊണ്ടുപോകാറുണ്ട്? എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഒരാൾ കൺസെന്റ് എഴുതി തരണമെങ്കിൽ എത്ര വയസ്സ് വേണം? ഒരാൾ കൺസെന്റ് എഴുതി തരണമെങ്കിൽ എത്ര വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം? ഒരാൾ കൺസെന്റ് എഴുതി തരണമെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് കൺസെന്റ് തരണമെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ഒരാളെ മാത്രമേ സൈനും ഇൻഫോംഡ് കൺസെന്റും ഒപ്പിടാൻ സാധിക്കല്ലേ? ശരിയല്ലേ? വേണ്ടേ? 18 വയസ്സ് അതിന് താഴെയാണ് ആര് ചെയ്യും? 18 വയസ്സ് താഴെയാണെങ്കിൽ ആര് ചെയ്യും? 18 വയസ്സ് താഴെയാണെങ്കിൽ ഗാർഡിയൻ അല്ലേ? ലീഗൽ ഗാർഡിയൻ അല്ലേ? 18 വയസ്സ് താഴെയാണെങ്കിൽ ദ ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ പേരൻസ് എന്നും സൈൻ വാങ്ങും. ഫസ്റ്റ് 2 ടൈപ്പ് കിട്ടിയോ? 2 ടൈപ്സ് കൺസെന്റ് കിട്ടിയോ? ഇൻഫോംഡ് കൺസെന്റും എക്സ്പ്രസും കിട്ടിയോ? ഇൻഫോംഡ് കൺസെന്റും എക്സ്പ്രസ്ഡ് കൺസെന്റും കിട്ടിയോ എല്ലാവർക്കും? പറഞ്ഞേ കിട്ടിയോ? കിട്ടി. ഇനി അതുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇന്ന് രാവിലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. സാർ, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ ഒരു കൊച്ചുകുട്ടി കയ്യിൽ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അതാരും കൊണ്ടോ? ഞാൻ പഠിക്കുമ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, എന്താ അമ്മയച്ഛനൊന്നുമില്ല, എനിക്കൊരു കൊച്ചുകുട്ടിയെ മാത്രം കയ്യിൽ പിടിച്ചാണ് പഠിക്കുന്നത്. ആരും കൊണ്ടോ ഇതിനകത്ത്? വേറെ ആരും കൊണ്ടോ? എപ്പോഴും പഠിക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞുകുട്ടിയെ മാത്രം കയ്യിൽ പിടിച്ച് ഞാൻ പഠിക്കാറ്. ആരും കൊണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ആരും കണ്ടോ? രാവിലെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, ഞാൻ പഠിക്കുമ്പോ സാർ എന്റെ കുട്ടി എപ്പോഴും കയ്യിലുണ്ടാവും. എന്റെ കുട്ടി എപ്പോഴും കയ്യിലുണ്ട്, കാരണം വീട്ടിൽ നോക്കാൻ വേറെ ആരും ഉണ്ട്. അങ്ങനെ കമന്റ് ചെയ്തുണ്ടോ? ഇല്ല. അത്രയും സൗകര്യമില്ലേ? ഇത് നോ എന്ന് പറയണമെങ്കിൽ അത്രയും സൗകര്യമില്ലേ? ശരിയല്ലേ? അവര് കുഞ്ഞു കുട്ടിയെ പിടിച്ചുകൊണ്ട് രാവിലെ വീട്ടിൽ ജോലി നോക്കിയ ശേഷം പഠിക്കണമെങ്കിൽ അത്ര സൗകര്യമില്ലേ? ഇതിനകത്ത് അധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പലരും ഉണ്ട്. ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. എനിക്കറിയാം, എനിക്ക് എല്ലാവരും അറിയാം, എനിക്ക് എല്ലാവരും നല്ലതായിട്ട് അറിയാം കേട്ടോ. പഠിക്കണേ. അടുത്ത ടൈപ്പ് ഏതാ? ദ നോൺ വെറബിൾ കൺസെന്റ്. ദി എക്സ്പ്രസ്ഡ് കൺസെന്റ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന കാര്യമാണ് ദ നോൺ വെറബിൾ കൺസെന്റ്. പക്ഷേ എക്സാമിന് ഒരിക്കലും ദ നോൺ വെറബിൾ കൺസെന്റ് എന്ന പേര് ചോദിക്കില്ല. അതിന് പകരമായിട്ട് നോൺ വെർബലിന് വേറെ പേരുണ്ടോ? എക്സാം ഒരിക്കലും നോൺ വെർബൽ കൺസെന്റ് എന്താണെന്ന് ചോദിക്കില്ല, പക്ഷെ അതിന് വേറെ പേരുണ്ട്. ഇത് ഇംപ്ലൈഡ് കൺസെന്റ് അല്ലേ? ഇംപ്ലൈഡ് കൺസെന്റ് എന്ന് വിളിക്കാം. നോൺ വെർബൽ കൺസെന്റ് മറ്റൊരു പേരെന്താ? ആദ്യം അത് അറിഞ്ഞിരിക്കണം. നോൺ വെർബൽ കൺസെന്റ് മറ്റൊരു പേരെന്താ? എക്സാം ഒരിക്കലും നോൺ വെർബൽ കൺസെന്റ് എന്താണ് എന്നൊരു ചോദ്യം ഒരിക്കലും വരത്തില്ല. ചോദ്യം ഇതായിരിക്കും, ഇംപ്ലൈഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പഠിക്കാതെ പോകുന്ന ആൾക്കാർ എഴുതാൻ പറ്റൂടെ? ഇംപ്ലൈഡ് കൺസെന്റ് എന്ന് പഠിക്കാതെ പോകുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നോൺ വെർബൽ കട്ട് എഴുതാമല്ലോ. നോൺ വെർബൽ എന്ന് കട്ട് എഴുതാൻ പറ്റും, പക്ഷെ ഇംപ്ലൈഡ് എന്ന് കട്ട് എഴുതാൻ പറ്റത്തില്ല. എന്താണ് നോൺ വെർബൽ കൺസെന്റ്? നമുക്ക് ചില സിറ്റുവേഷനിൽ പേഷ്യന്റ് കയ്യിൽ നിന്നും കൺസെന്റ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ചില സിറ്റുവേഷനിൽ പേഷ്യന്റ് കയ്യിൽ നിന്നും കൺസെന്റ് മേടിക്കാൻ പറ്റുന്ന സർജറി വേണം, ഒരു എമർജൻസി സർജറി വേണം. ക്ലയന്റിന്റെ റിലേറ്റീവ്സിനെ അറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, എമർജൻസി സമയമാണ്. ക്ലയന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനെയോ അറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മൾ ചെയ്യുന്ന കൺസെന്റ് ഏതാ? ക്ലയന്റിന്റെ റിലേറ്റീവ്സിനോടോ അറിയിക്കാൻ പറ്റാത്ത സമയത്ത് സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ചെയ്യുന്ന കൺസെന്റ് ഏതായിരിക്കും? ഇംപ്ലൈഡ് അല്ലേ? എങ്ങനെ തരുന്ന പേഷ്യന്റ് ഇത് എക്സ്പ്രഷൻ കൊണ്ടല്ലേ?
വളരെ സീരിയസ് ആയി വരുന്ന പേഷ്യന്റ് ചെറിയൊരു എക്സ്പ്രഷൻ കൊണ്ട് മാത്രമല്ലേ അവർ കൺസിഡർ ചെയ്യുന്നത്? ജസ്റ്റേഴ്സ് അല്ലേ? ശരിക്കും പേഷ്യന്റ് വെറുതെ എന്താണ് ഒരു എക്സ്പ്രഷൻ കൊണ്ട് മാത്രമല്ലേ കൺസിഡർ പറയാൻ പറ്റുന്നില്ല. ആക്സിഡന്റ് ആണ്, എമർജൻസി സിറ്റുവേഷൻ ആണ്, ഇന്ന് RTI ആയിട്ട് വന്നു, എമർജൻസിയാണ്, സർജറി വേണം. പേഷ്യന്റ് വെറും ഒരു ജസ്റ്റേഴ്സ് കൊണ്ട് മാത്രം എന്താ പെർമിഷൻ തന്നു വിളിക്കുകയാണെ? ഇംപ്ലൈഡ് അല്ലേ? ഇത് വെർബൽ അല്ല, സംസാരമില്ല, വെറുതെ ഒരു ജസ്റ്റേഴ്സ് കൊണ്ട് മാത്രം കൺസെന്റ് തന്നു വിളിക്കാം. എന്ന് വിളിക്കാം ഇംപ്ലൈഡ് അല്ലേ? നമുക്ക് പേഷ്യന്റെ ജസ്റ്റേഴ്സ് വെച്ച് മാത്രം ഐഡന്റിഫൈ സാധിക്കത്തുള്ളൂ. യെസ് ഓർ നോ ആണോ എന്ന് നമുക്ക് പേഷ്യന്റെ എന്താണ് എവർ സിറ്റുവേഷൻ സാധിക്കോ? ഒരു മൂവ്മെന്റ് അല്ലേ? ഒരു മൂവ്മെന്റോ ഫേഷ്യൽ എക്സ്പ്രഷനോ അത് മാത്രം മതി ഒരു പോസിറ്റീവ് സൈൻ പേഷ്യൻ തരികയാണെങ്കിൽ ഇവിടെ ഒരു മൂവ്മെന്റോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് മാത്രമോ ഒരു പോസിറ്റീവ് സൈൻ പേഷ്യൻ തന്നാൽ ചെയ്തുകൂടെ ഇംപ്ലൈഡ് കൺസെന്റ്? പേഷ്യന്റെ കയ്യിൽ നിന്നും ഒരു മൂവ്മെന്റ് ആയാലും എന്താണ് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നാലും നമുക്ക് ഈ കൺസെന്റ് എടുത്തുകൂടെ? ഇംപ്ലൈഡ് എടുത്തുകൂടെ? പേഷ്യനിൽ നിന്ന് ഒരു പോസിറ്റീവ് മൂവ്മെന്റ്, എന്തെങ്കിലും മൂവ്മെന്റോ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ തന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺസെന്റ് എടുക്കാം, ഇംപ്ലൈഡ് കൺസെന്റ് എടുക്കാം. ഇവിടെ പേഷ്യന്റ് നമ്മുടെ അടുത്ത് ആ ഒരു പ്രൊസീജ് ചെയ്യാൻ പറയുന്നുണ്ടോ? ഇവിടെ പേഷ്യന്റ് നമ്മുടെ അടുത്ത് ആ ഒരു പ്രൊസീജ് ചെയ്യാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ ഒരു ജസ്റ്റേഴ്സ് കൊണ്ടോ ഒരു ആക്ഷൻ കൊണ്ടോ നമ്മൾ മനസ്സിലാക്കണ്ടേ? ശരിയണ്ടേ? ഇവിടെ ഒരു ജസ്റ്റർ കൊണ്ടോ ഒരു ആക്ഷൻ കൊണ്ടോ മാത്രം നമ്മൾ മനസ്സിലാക്കണം പേഷ്യന്റ് കൺസെന്റ് തന്നു എന്ന്. ആ ഒരു ടൈപ്പ് കൺസെന്റ് ഏതാ? നോൺ വെർബൽ അല്ലെങ്കിൽ ഇംപ്ലൈഡ് കൺസെന്റ് എന്ന് വിളിക്കാം. ശരിയല്ലേ? അല്ലേടെ? എഴുതി വെക്കാറുണ്ടല്ലോ, ഇന്ന പേഷ്യന്റ് പേരെഴുതും, ഇന്ന പേഷ്യന്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ജീവനെ തന്നെ ബാധിക്കും എന്ന് നമ്മൾ എഴുതാറില്ലേ? ശരിയല്ലേ? ഇന്ന പേഷ്യന്റ് നെയിം ഇതാണ്, ഇന്ന പ്രൊസീജിയർ ഇന്ന സമയത്ത് പേഷ്യന്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റിന്റെ ജീവൻ തന്നെ ബാധിക്കും, അതുകൂടെ നമ്മൾ ഇന്ന പ്രൊസീജിയർ ചെയ്തു എന്ന് എഴുതി വെക്കാറില്ലേ? അത് ഇംപ്ലൈഡ് അല്ലേ? ശരിയല്ലേ? നമ്മൾ തന്നെ സൈൻ ചെയ്യാറില്ലേ? അല്ലേ? ഇന്ന സമയത്ത് ഇന്ന പേഷ്യന്റ് ഇത്ര വയസ്സുണ്ട്, ഇന്ന സിറ്റുവേഷൻ ആണ്, ഇന്ന സാഹചര്യമാണ്, ഇന്ന പ്രൊസീജിയർ ആണ്, ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ഇത് ലൈഫിൽ തന്നെ ബാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എഴുതി വെക്കാറില്ലേ? ഇത് ഫയലിനകത്ത് നമ്മൾ തന്നെ എഴുതി വെക്കാറില്ലേ? അതല്ലേ ഇംപ്ലൈഡ് കൺസെന്റ് അല്ലേ? യെസ്. അപ്പൊ ദ ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ലീഗൽ ആസ്പെക്ട് ക്ലിയർ ആയ? കഴിഞ്ഞ ദിവസം ടോർട്ട് പഠിച്ചില്ലേ? നൗ ദ കൺസെന്റ് പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ടോർട്ട് പഠിച്ചു, നൗ ദ കൺസെന്റ് പഠിച്ചില്ലേ? സോ ഇത്രയുമാണ് ദ ലീഗൽ ആസ്പെക്ട് ഇൻ ദ നഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോടെ? ആയല്ലോ എല്ലാവർക്കും? ആർക്കെങ്കിലും റെക്കോർഡിംഗ് മിസ്സായ ആൾക്കാരോ റെക്കോർഡിംഗ് ഫൗണ്ടേഷൻ കിട്ടിയ ആൾക്കോ ചോദിക്കും കേട്ടോ. ചോദിക്കോ? എന്നും പറഞ്ഞു തരുമല്ലേ? എന്നും പറഞ്ഞു മടുത്ത് പറഞ്ഞല്ലേ. സോ എന്താ ഫൗണ്ടേഷനിൽ അടുത്ത് എന്താ? നഴ്സിംഗ് ഫൗണ്ടേഷൻ അടുത്തേതാ? ദ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ. ഫൗണ്ടേഷൻ സ്റ്റാർട്ടിംഗ് ആണ്. ഫൗണ്ടേഷനിൽ സ്റ്റാർട്ടിംഗ് കാര്യമാണ് ദ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ. പഠിക്കണം. സിലബസിൽ ഉള്ള ഒന്നല്ലേ ഇത്? സിലബസിൽ ഉണ്ടോ ഈ കാര്യം? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് സിലബസ് ഉണ്ടോ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ സിലബസ് ഉണ്ടോ? ഉണ്ട്. ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ എന്നൊരു ഭാഗം സിലബസിൽ ഉണ്ട്. എന്താ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് പഠിക്കുന്നത്? ആദ്യം കുറെ വർഷങ്ങളല്ലേ? നമ്മുടെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് നോക്കുമ്പോൾ ആദ്യം കുറെ വർഷങ്ങളല്ലേ? അല്ലേ? പറഞ്ഞേ അല്ലേ? പ്രശ്നമല്ലേ? സ്റ്റാർട്ട് ചെയ്യാമോ?
ഹിസ്റ്ററി ഓഫ് നേഴ്സിംഗ് ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് നേഴ്സിംഗ് ഇന്ത്യയിൽ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ നേഴ്സിംഗിന്റെ ചരിത്രം ഇന്ത്യയിൽ സ്റ്റാർട്ടായ വർഷം ഏതാണ്? നമ്മുടെ നേഴ്സിംഗിന്റെ ചരിത്രം ഇന്ത്യയിൽ സ്റ്റാർട്ടായ വർഷം ഏതാണ്? ഒരു സ്റ്റോറി പോലെ പഠിക്കുക, ഒരു കഥ പോലെ പഠിക്കുക. ഞാൻ പറയുന്ന കാര്യം ഒരു സ്റ്റോറി പോലെ പഠിക്കുക. നേഴ്സിംഗിന്റെ ചരിത്രം ഇന്ത്യയിൽ സ്റ്റാർട്ടായ വർഷം ഏതാണ്? ഒന്ന് പറഞ്ഞാരെങ്കിലും, കമന്റ് ചെയ്താരെങ്കിലും നോക്കട്ടെ. നേഴ്സിംഗിന്റെ ചരിത്രം ഇന്ത്യയിൽ സ്റ്റാർട്ടായ വർഷം ഏതാണ്? 2025 24 12 ഏത് വർഷമാണ്? അതോ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് പഠിച്ച് എന്താണ് ഈ പറഞ്ഞ പാസ്സായ ശേഷം ജോലിക്ക് പോവാത്ത സമയമാണോ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ആയത് നന്നായിട്ട് പഠിച്ച് പലരും ജോലിക്ക് പോവാത്ത ആകായ സമയം തൊട്ടാണോ? കഷ്ടപ്പെട്ട് പഠിച്ച് 4 വർഷവും 3 വർഷവും പഠിച്ചിട്ട് ജോലിക്ക് പോകാത്ത സമയമാണോ ഹിസ്റ്ററി സ്റ്റാർട്ട് ആയത്? നിങ്ങളുടെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ആയ വർഷം ഏതാണ്? അതാണോടെ ആലോചിക്കടെ. നന്നായിട്ട് പഠിച്ച് പല സ്വപ്നവും കണ്ട്, ഞാൻ ജോലിക്ക് പോകുമെന്ന് സ്വപ്നം കണ്ട ശേഷം കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റാതെങ്കിലും ഉണ്ടോ? മിക്കവാറും ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചോട്ടോ, അടുത്ത ക്ലാസ് തൊട്ട് ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചോളേ. ഹസ്ബൻഡ് കേൾക്കണ്ട, ആരുടെ ഹസ്ബൻഡ് കേൾക്കണ്ട. ഞാൻ നന്നായിട്ട് ജോലിക്ക് പോകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാൻ പറ്റാതെങ്കിലും ഉണ്ടോ? ഉണ്ടോടെ? അടുത്ത ക്ലാസ് തൊട്ട് ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചോട്ടെ. ഉണ്ടാണെങ്കിലും 1 2 3 4 5 ഉണ്ടോടെ? എല്ലാം ഉണ്ടോടെ? ഉണ്ടല്ലോ. അതിന്റെ വീട്ടിലെ സാഹചര്യം കാരണം ഈ പറഞ്ഞ അബ്രോഡ് പോകേണ്ടി ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെ സിറ്റുവേഷൻ കാരണം അബ്രോഡ് പോകാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കും. സോ ഏത് വർഷമാണ് ഇന്ത്യയിൽ നഴ്സിംഗിന്റെ ചരിത്രം ആരംഭിക്കുന്നത്? ഉണ്ടല്ലോ, ഉണ്ടുണ്ട്. കമന്റ് ചെയ്യുന്നു, 1 2 കൊണ്ട്. ഏത് വർഷമാണ് നഴ്സിംഗിന്റെ ചരിത്രം ആരംഭിക്കുന്നത്? 1854 തൊട്ടാണ്. ഇത്രയും വർഷമായിട്ട് 1850 പഠിച്ചിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് 1850 പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ആവുന്ന വർഷം ഏതാ? 1854 കേട്ടോ. ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്ന വർഷം ഏതാ? 1854. എന്താണ് പ്രത്യേകത? 1854 പ്രത്യേകത, ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാ? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ്സിന് വേണ്ടിയുള്ള ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം ഏതാ? 1854 അല്ലേ? അന്നത്തെ മദ്രാസ് ഇപ്പോൾ ചെന്നൈയിലാണ്. ഇപ്പോഴത്തെ ചെന്നൈയാണ്. 1854 ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആകുന്നത് മറക്കരുത്. ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആവുന്ന വർഷം ഏതാ? ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആവുന്ന വർഷം ഏതാ? 1854. മറക്കരുത്. ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആവുന്ന എപ്പോഴാ? ഫസ്റ്റ് സ്കൂൾ ഓഫ് ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആകുന്ന വർഷം 1854. ഇപ്പോഴത്തെ ചെന്നൈയിലാണ്. അന്നത്തെ മദ്രാസിൽ 1854 ആദ്യത്തെ ട്രെയിനിങ് സ്കൂൾ ഫോർ ദ മിഡ് വൈഫ് സ്റ്റാർട്ട് ആവുന്നത്. ആ സമയത്ത് ഈ കോഴ്സിന് GNM എന്നോ BSc എന്നോ ഉണ്ടായിരുന്നോ അവിടെ? ഇത് ANM ആയാലും BSc ആയാലും GNM ഉണ്ടായിരുന്നോ? 1854 ANM എന്നോ BSc എന്നോ GNM ഉണ്ടായിരുന്നോ? ഇല്ല. വെറും ട്രെയിനിങ് പ്രോഗ്രാം മാത്രമല്ലേ? വെറും ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ദ മിഡ് വൈഫ്സ് അല്ലേ? വെറും ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ദ മിഡ് വൈഫ്സ് എന്ന് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നിനക്കറിയാം ആ ഒരു കാലത്തെ ഇന്ന് പ്രസവത്തിന് ശുശ്രൂഷിക്കുന്ന ഒരാളുടെ പേര് നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കുക. എന്താ പേര്? ആ ഒരു കാലത്ത് പ്രസവ ശുശ്രൂഷയ്ക്ക് വരുന്ന ആൾക്കാരെ കമ്മ്യൂണിറ്റി പേര് പറയാറില്ലേ? ഇത് ദായ്സ് അല്ലേ? അല്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയല്ലേ ആദ്യമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്? ശരിയല്ലേ? അപ്പൊ 1854 അവർക്ക് വേണ്ടിയല്ലേ ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയത്?
അതല്ലേ ശരിക്കുള്ള കാരണം. 1854 വരെ എന്താണ് ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താ? കമ്മ്യൂണിറ്റി പഠിക്കുന്ന പേരാണ് ദായസ് എന്ന് വിളിക്കാറില്ലേ? അവർക്ക് വേണ്ടിയാണ് 1854 ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആദ്യമായിട്ട് സ്കൂൾ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം മെഡ്രാസിൽ സ്റ്റാർട്ട് ആയത്. ഫസ്റ്റ് വർഷം കിട്ടിയോ? കാണാൻ പഠിക്കില്ല കേട്ടോ, കാണാൻ പഠിക്കില്ലേ. ഇനി ഓർമ്മ വയ്ക്കണം. 1854 കേൾക്കുമ്പോ അന്ന് എന്താ പറഞ്ഞു സാറ്? അന്ന് പറഞ്ഞ കാര്യം, ആദ്യത്തെ എന്താ സ്കൂൾ ഓഫ് നഴ്സിംഗ് മിഡ്വൈഫ്സിന് വേണ്ടി മെഡ്രാസിൽ തുടങ്ങി അല്ലെ? അത് തുടങ്ങുമ്പോ ആർക്ക് വേണ്ടി തോന്നും അല്ലെ? ആ സമയത്ത് പ്രസവത്തിന് വേണ്ടിയെല്ലാം ശുശ്രൂഷയ്ക്ക് നല്ല ലോക്കൽ ഡായ്സ് വിളിക്കാറുണ്ട്. കമ്മ്യൂണിറ്റി എവിടെയോ കേട്ട പേരാണ്. അവർക്ക് വേണ്ടി എപ്പോഴും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 1854 തുടങ്ങി എന്ന് ഓർമ്മിക്കും. അങ്ങനെ പഠിച്ചു വെക്കുക, എങ്കിലും ഓർമ്മിക്കാം. അങ്ങനെ മാത്രം പഠിക്കുക. നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ ഇത് ലോക്കൽ ഡായ്സ് കേൾക്കാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എപ്പോഴും 1854 ഒരു ട്രെയിനിങ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. വർഷം 854. ഫസ്റ്റ് വർഷം കിട്ടിയോ? കിട്ടിയോ? 854 കഴിഞ്ഞ് അടുത്ത പ്രത്യേകത? 854 കഴിഞ്ഞു. എന്താ പ്രത്യേകത? അത് കഴിഞ്ഞ് നഴ്സിംഗിന് വേണ്ടിയിട്ടൊരു സ്ട്രക്ചർ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന വർഷം ഏതാ? നഴ്സിംഗിന് വേണ്ടി ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന വർഷം ഏതാ? അത് കഴിഞ്ഞ് 854 ശേഷം ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന വർഷം ഏതാ? 1867 ആണോ? 1867 ആണോ? 1867 ആണോ? 867 എവിടെ? സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ ഡൽഹി. സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ ഡൽഹിയിൽ എന്താ തുടങ്ങിയത്? ട്രെയിനിങ് സ്കൂൾ ഫോർ ഇന്ത്യൻ ഗേൾസിന് വേണ്ടിയാണോ? ഇന്ത്യയിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി എന്താണ് ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തോ? ആരുടെ സജഷൻ ഇല്ല? ആരുടെ സജഷൻ ആയിരിക്കും? 1800 കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന നഴ്സിംഗുമായി ബന്ധപ്പെട്ട പേരെന്താ? ആലോചിച്ച് പറഞ്ഞേ. 800 കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന പേരെന്താ? ആരുടെ സജഷനിലാണ് ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഫോർ ഇന്ത്യൻ ഗേൾസിന് വേണ്ടി മാത്രം, ആണുങ്ങൾക്കില്ല, ഗേൾസിന് വേണ്ടി മാത്രം, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സജഷനിൽ 1867 ഇന്ത്യയിൽ ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഫോർ ഇന്ത്യൻ ഗേൾസിന് വേണ്ടി സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ ഡൽഹിയിൽ ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. മറക്കരുത്, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സജഷനിലാണ്. എവിടെ ഇരിക്കുന്ന നൈറ്റിംഗേലല്ലേ? അന്ന് ഈ പറയുമ്പോൾ ഫ്ലൈറ്റ് ഒന്നും വരാറില്ല. എങ്കിലും ഈ പറഞ്ഞ എവിടെ ഇരിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ സജഷനിൽ 1867 സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ എന്താണ് ഫസ്റ്റ് ട്രെയിനിങ് സ്കൂൾ ഫോർ ഇന്ത്യൻ ഗേൾസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആരുടെ സജഷനില്ല? നൈറ്റിംഗേൽ അല്ലേ? നൈറ്റിംഗേൽ സ്റ്റാർട്ട് ചെയ്തു. അറിയാവുന്ന കാര്യം? ഇല്ലല്ലോ. അറിയായിരുന്നോ? എവിടെയെങ്കിലും അറിയായിരുന്നോ? 867 ഇല്ലല്ലോ. ഉണ്ടായിരുന്നോടെ? ആ സമയത്തെ 1854 ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് ഈ പറഞ്ഞതിന്റെ മദ്രാസിലുള്ളെന്ന് ഡൽഹിയുള്ള ആൾക്കറിയാമോ? 1867 ഡൽഹി ആൾക്കാർക്ക് 54 മദ്രാസിൽ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിയായിരുന്നോ? ഇല്ലല്ലോ. അറിയായിരുന്നോ? 54 സ്കൂൾ ഉണ്ടെന്ന് മദ്രാസിൽ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിയായിരുന്നോ? 1854 മദ്രാസ് സ്കൂൾ ഉണ്ടെന്ന് ഈ പറഞ്ഞ ഡൽഹി അറിയാമോ? ഇല്ലല്ലോ. ഇല്ല. അതീ പറഞ്ഞ ഫോണൊന്നുമില്ലോടെ. ഫോണ് ഇല്ലല്ലോ. ഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ അനുവാദത്തോടെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഡൽഹിയിൽ ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മറക്കരുത്. അപ്പോൾ
നൈറ്റിംഗേലിന്റെ സ്റ്റുഡൻസ് ആണോ അവിടെ ഒന്ന് പഠിപ്പിച്ചത്? നൈറ്റിംഗേലിന്റെ സ്റ്റുഡൻസ് ആണോ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയത്? ചോദ്യം വരും. 1867 ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്റ്റുഡൻസ് ആണ് സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ വന്ന് ബാക്കിയുള്ള നഴ്സസ്മാർക്ക് ട്രെയിനിങ് കൊടുത്തത്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ സ്റ്റുഡൻസ് ആണ് 1867 ഈ പറഞ്ഞ സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിൽ വന്ന് അവിടുത്തെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തത്. 1867 കഴിഞ്ഞാൽ അടുത്ത ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് വരുന്ന വർഷം ഏതാ? 1867 കഴിഞ്ഞാൽ അടുത്ത ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഏതാ? 1800 ഏത് വർഷോടെ? 1871 71 871 പ്രത്യേകത. 1871 പ്രത്യേകത. ഫസ്റ്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? ചോദ്യം വരും. ഫസ്റ്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? ഫസ്റ്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് എവിടെ വച്ചാണ്? വർഷം ഏതാണ്? ചോദ്യം വരും. ആരെങ്കിലും ചെന്നൈ പോയിട്ടുണ്ടോ? ആരെങ്കിലും ചെന്നൈയിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ട്. ഉണ്ടോ ഇടയിൽ? അവിടത്തെ മദ്രാസ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടോ? മദ്രാസ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, മദ്രാസ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, അവിടെയാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്റ്റാർട്ട് ആയത്. മറക്കരുത്, ഇന്ത്യക്കകത്ത് ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എവിടെ സ്റ്റാർട്ട് ചെയ്തു? വർഷം ചോദിക്കും. 1871. 1871 മദ്രാസിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ വെച്ചാണ് ഫസ്റ്റ് നഴ്സിംഗ് സ്കൂൾ സ്റ്റാർട്ട് ആയത്. ശരിയല്ലേ? മദ്രാസിൽ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലാണ് എന്താണ് ആദ്യമായിട്ട് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. മറക്കോ? അതുവരെ ആയിട്ട് ഈ പറഞ്ഞ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് ട്രെയിനിങ് പ്രോഗ്രാം മാത്രമല്ലേ. അതുവരെയായിട്ട് 71 വരെ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇല്ലാത്തത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിനിങ് സ്കൂൾ മാത്രമല്ലേ. നഴ്സസ്മാർക്ക് ഒരു ട്രെയിനിങ് സ്കൂൾ മാത്രമല്ലേ. നഴ്സസ്മാർക്ക് 71 വരെ നഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് സ്കൂൾ മാത്രമല്ലേ. ട്രെയിനിങ് മാത്രമല്ലേ. പക്ഷെ ആദ്യമായി സ്കൂൾ ഓഫ് നഴ്സിംഗ് വരുന്നത് എവിടെയാ? സ്കൂൾ ഓഫ് നഴ്സിംഗ് വരുന്നത് 71 മദ്രാസിലെ ജനറൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ക്ലിയർ ആയോ? 71 വരെ ക്ലിയർ ആയോ? അവിടെ 71 ക്ലിയർ ആയോ? സ്റ്റാർട്ടിങ്ങിലെ ആ സമയത്തെ 6 മാസ കോഴ്സാണ് കേട്ടോ. 1771 പറയുമ്പോൾ 871 പറയുമ്പോൾ ആ സമയത്ത് ഇതൊരു 6 മാസ കോഴ്സ് മാത്രമായിരുന്നു കേട്ടോ. 871 പറയുമ്പോൾ അതൊരു 6 മാസ കോഴ്സ് മാത്രമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ വെറും 4 പേര് മാത്രം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ സമയം പഠിക്കാൻ വേണ്ടി വെറും 4 പേര് മാത്രം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയേ, ആ സമയത്ത് 871 ഇത് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ വെറും 4 പേര് മാത്രം ഉണ്ടായിരുന്നു അല്ലോ. സ്കൂൾ ഓഫ് നഴ്സിംഗിൽ വെറും 4 സ്റ്റുഡൻസ് മാത്രമാണ് അന്ന് 71 പഠിച്ചത്. ആലോചിച്ച് നോക്കി സിറ്റുവേഷൻ. 4 പേരേ ഉള്ളൂ. ആലോചിക്കാൻ പറ്റുമോ? ഇന്ന് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പഠിക്കുന്നില്ലേ. ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ച് പാസ്സാവുന്നു. കോമ്പറ്റീഷൻ കൂടുതലല്ലേ. ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ച് പാസ്സാവുന്നു. കോമ്പറ്റീഷൻ കൂടുതലല്ലേ. അന്ന് 4 പേര് മാത്രം, 71 4 പേര് മാത്രമാണ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പഠിച്ചത്. ഇതല്ലേ? 4 പേർ. ആലോചിക്കാനുണ്ടോ? അതിൽ ഒരാളായിരുന്നു മതിയായിരുന്നല്ലേ. അതിൽ ഒരാളായി മാറിയാൽ മതിയായിരുന്നു. എവിടെ? ഇപ്രാവശ്യം എക്സാമിന് കറക്റ്റ് 23,000 മാർക്കുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ എക്സാമിന് DMA എക്സാമിന് 23,000 പേരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇപ്രാവശ്യത്തെ എക്സാമിന് 23,000 പേരുണ്ട്. 23,000. അത് കൃത്യമായി പഠിക്കുന്നത് ഒരു 6,000 7,000. കൃത്യമായി പഠിക്കുന്നത് 6,000 7,000 പേർ. അവസാന സാഹചര്യം കൊണ്ട് 1,500 പേര് കൃത്യമായി പാസ്സാവും കേട്ടോ. 1,500 പേർക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ 1,500 പേര് പാസ്സാവും.
ഓക്കെ അല്ലേ? ആരുണ്ടായിരിക്കും ഇതിനകത്ത്? 1500 പേരിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഉണ്ട്, അവിടെ ഉണ്ട്. നോക്കാം. നോക്കാം. ഞാൻ ഈ രാത്രി പഠിപ്പിക്കുന്നതും രാത്രി 2 മണിക്ക് പഠിപ്പിക്കുന്നതും ഇല്ല, വേസ്റ്റ് ആക്കരുതേ. രാത്രി 2 മണിക്ക് 1 മണിക്ക് പഠിപ്പിക്കുന്നത് വേസ്റ്റ് ആക്കോ ആരെങ്കിലും? പഠിപ്പിക്കും, വേസ്റ്റ് ആക്കോ ആരെങ്കിലും? വേസ്റ്റ് ആക്കോ? ഇല്ലല്ലോ. 1 മണിക്കും 2 മണിക്കെല്ലാം പഠിപ്പിക്കും. ഇല്ല. സോ 1870 മനസ്സിലായോ? 1871 വരെ മനസ്സിലായോ? എല്ലാവർക്കും 71 വരെ ക്ലിയർ ആയോ? എങ്കിൽ അടുത്ത വരുന്ന വർഷം പേരറിയാം. അടുത്ത് വരുന്ന വർഷം ഏതായിരിക്കും? 908 അറിയുമാരെങ്കിലും. 1908 പലരും പലയിടത്തും പഠിച്ചിട്ടുണ്ടല്ലേ? പലരും പലയിടത്തും 1908 സാർ എനിക്കറിയാം. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ വർഷം അറിയുമല്ലോ. ഞാൻ 8 മുമ്പേ പറഞ്ഞ വർഷം അറിയുമ്പോൾ ആർക്കില്ലല്ലോ. 1908 മുമ്പ് പറഞ്ഞ 71 ശരി അറിയില്ല. അപ്പൊ അത് പഠിക്കാതെ, അത് പഠിച്ചിട്ടേ 908 പഠിക്കാവൂ. മറക്കരുത്. 908 പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? ദ TNAI. തമിഴ്നാട് നഴ്സസ് അസോസിയേഷൻ അല്ല, തമിഴ്നാടല്ല, ട്രെയിൻഡ് നഴ്സസ് ആട്ടോ. തമിഴ്നാടല്ല, അടേ മറക്കരുത്. തമിഴ്നാട് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അല്ല, മറക്കരുത്, തെറ്റിക്കരുത്. ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഇന്ത്യ ഏത് വർഷ? 908. 908 ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വരുന്ന എപ്പോഴാ? ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വരുന്ന വർഷം ഏതാ? 908. അത് കഴിഞ്ഞ് വർഷം ഏത് കൊണ്ടോ? 26 ഉണ്ടോ? 1926. ചോദ്യം വരും, ചോദ്യം വരും. 1926 അറിയാമോ? 26. 908 ഒരു നഴ്സിംഗ് കൗൺസിൽ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. 908 വരെ ഒരു നഴ്സിംഗ് കൗൺസിൽ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. പക്ഷെ 26 ആയപ്പോൾ എന്ത് വന്നു? ഫസ്റ്റ് എന്താണ്? ദ കൗൺസിൽ, ദ നഴ്സിംഗ് കൗൺസിൽ വന്നു. ചോദ്യം വരും, ഫസ്റ്റ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? എല്ലാവർക്കും നമ്മുടെ കേരള നഴ്സിംഗ് കൗൺസിൽ അറിയാലോ. അതുപോലെ തന്നെ ഫസ്റ്റ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റാർട്ട് ആയത് മദ്രാസിലാണ്. ഫസ്റ്റ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റാർട്ട് എവിടെയാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റാർട്ട് ആയത് മദ്രാസിലാണ്. വർഷം ഏതാ? 926. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് നഴ്സിംഗ് കൗൺസിൽ സ്റ്റാർട്ട് ആയത് മദ്രാസിൽ 926. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരിക്കും? നഴ്സിംഗ് എഡ്യൂക്കേഷനും നഴ്സിംഗ് പ്രാക്ടീസിന്റെ എന്താ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയല്ലേ? ഇപ്പോഴുള്ള കാര്യമാണ്. ഓരോ സ്റ്റാഫ് നഴ്സിന്റെയും സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 1926 സ്റ്റാർട്ട് ആയത്. ശരിയല്ലേ? ഇനി 926 നഴ്സിംഗ് കൗൺസിൽ വന്നു. ഇനി ഓരോ നഴ്സുമാരെയും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, അവരെ നിയന്ത്രിക്കണം എന്നൊരു റൂളുണ്ടോ? നഴ്സുമാരുടെ സ്റ്റാൻഡേർഡ് നിയന്ത്രിക്കണം, അത് കീപ്പ് ചെയ്യണം. സ്റ്റാഫ് നഴ്സിനെ എപ്പോഴും നിയന്ത്രിക്കാൻ ആൾ വേണമെന്നുണ്ടോ? ഇത് ആക്ട് ഉണ്ടോ? എന്തെങ്കിലും ആക്ട് ഉണ്ടോ? ഓരോ സ്റ്റാഫ് നഴ്സുമാരെ അവിടെ നിയന്ത്രിക്കാനുണ്ട്, റൂളുണ്ടോ? നിയമമുണ്ടോ? സ്റ്റാഫ് നഴ്സുമാരെ നിയന്ത്രിക്കാനുള്ള റൂളുണ്ടോ? സ്റ്റാഫ് നഴ്സുമാരെ ഇന്ത്യയിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമമുണ്ടോ? സ്റ്റാഫ് നഴ്സുമാരെ ഇന്ത്യയിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമമുണ്ടോ? നിയമമുണ്ടോ? റൂളുണ്ടോ? ഉണ്ടോ? 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 ഉണ്ടോടെ? ഉണ്ട്. 1948 വർഷം 48 ഓർമ്മിക്കണം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 48 1948 ഓരോ സ്റ്റാഫ് നഴ്സിനെയും അവിടെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് നഴ്സ് ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അറിയാ കാര്യം? ഇന്ത്യൻ നഴ്സിംഗ് ആക്ട് ഉണ്ടോ? ഇന്ത്യൻ നഴ്സിംഗ് ആക്ട് എവിടെയെങ്കിലും? ഇന്ത്യൻ നഴ്സിംഗ് ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് ആക്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ പഠിക്കുക കേട്ടോ. 1947 ഇന്ത്യൻ നഴ്സിംഗ് ആക്ട് വന്നത്. അറിയില്ലെങ്കിൽ ഓർമ്മിച്ചു വെച്ചാൽ കാണാൻ പഠിക്കണ്ട.
കാണാതെ പഠിക്കണ്ട. 48-ലാണ് നഴ്സിംഗ് ആക്ട് വന്നത് മാത്രം ഓർമ്മിക്കുക. ഇനി അടുത്തത് 48 മുൻപായിട്ട് 46 പറയാനുണ്ട്. 46 പ്രത്യേകം അറിയാമോ? എഡ്യൂക്കേഷനിൽ പഠിക്കാറുണ്ട്. ഫൗണ്ടേഷനിലും എഡ്യൂക്കേഷനിലും ഒരുപോലെ പഠിക്കുന്ന കാര്യമാണ്. 46 വർഷത്തിൽ പ്രത്യേകം എന്താ? നഴ്സിംഗ് ഫൗണ്ടേഷനിലും നഴ്സിംഗ് എഡ്യൂക്കേഷനകത്തും ഒരുപോലെ പഠിക്കുന്ന വർഷമാണ് 46. നഴ്സിംഗ് ഫൗണ്ടേഷനകത്തും നഴ്സിംഗ് എഡ്യൂക്കേഷനകത്തും ഒരുപോലെ പഠിക്കുന്ന വർഷമാണ് 46. എനിവൺ ഫസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം വന്ന വർഷം ഏതാ? BS നഴ്സിംഗ്. BSc നഴ്സിംഗ് എന്ന സംഭവം വന്ന വർഷം ഏതാ? BS നഴ്സിംഗ് വർഷം 46. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ BSc നഴ്സിംഗ് കേട്ടോ. ഫസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നഴ്സിംഗിന് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഏതാ? BSc നഴ്സിംഗ് അല്ലേ. ഫസ്റ്റ് BSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം ഏതാ? എവിടെയാ? 46. സ്ഥലം എവിടെയാ? RIK കോളേജ് ആണോ? RIK കോളേജ് ഡൽഹി ആണോടെ? RIK കോളേജ് ഡൽഹി അവിടെ മാത്രമാണോ? ആൻഡ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരുണ്ട്. എവിടെയെങ്കിലും ഞാൻ ഇവിടെ 6 മാസം ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഞാൻ 6 മാസം ഉണ്ടായിരുന്നു. ആരെങ്കിലും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ആരെങ്കിലും? ഇന്ന് CMC വെല്ലൂർ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇത് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ പറഞ്ഞ മുമ്പേ തന്നെ പല അഡ്വാൻസ് കാര്യങ്ങളും CMC വെല്ലൂരിലുണ്ട്. പല അസുഖങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ ട്രീറ്റ്മെന്റിനെ കാട്ടിലും ഏറ്റവും ബെസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. CMC വെല്ലൂരിലുണ്ട് കേട്ടോ. അടിച്ചു നോക്കുക, കാണാൻ പറ്റും. 6 മാസം കൊണ്ട് ഓടി കിടന്നു അല്ലേ? അഡ്വാൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴല്ല, പണ്ട് വർഷങ്ങൾ മുമ്പ് സ്റ്റാർട്ട് സമയത്ത്. ഓക്കെ, സോ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ CMC-ലാണ് ഫസ്റ്റ് BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ശരിയാണോ? ഒന്ന് RIK കോളേജ്, ഡൽഹിയിൽ RIK കോളേജും CMC-യിൽ വെല്ലൂരിൽ, നമ്മൾ ചെന്നൈക്കകത്ത് വെല്ലൂരിലും ആദ്യമായിട്ട് 46-ൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചോദ്യം കമ്മ്യൂണിറ്റിയുമായിട്ട് ചോദിക്കും. ആരുടെ റെക്കമെൻഡേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഉത്തരം അറിയാവുന്ന ഒരാളുണ്ടോ? 46-ൽ ഈ ഒരു നഴ്സിംഗ് പ്രോഗ്രാം BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷനാണ്? ഒരു ക്ലൂ തരാം. അറിയാണോ? ഒരു ക്ലൂ വേണോ? 46-ൽ BSc നഴ്സിംഗ് പ്രോഗ്രാം വെല്ലൂരിലും ഡൽഹിയിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനില്ല? ഏത് കമ്മ്യൂണിറ്റി പഠിക്കും? ഏത് കമ്മ്യൂണിറ്റിയാ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പഠിക്കും. ഏതോ ഒരു കമ്മിറ്റി 46 ഉണ്ടായിരുന്നു. 46-നും 48-നും ഇടയിൽ ഏതോ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഏതാടെ? ബോർ കമ്മിറ്റിയാണോ? സർ ജോസഫ് ബോറിന്റെ ബോർ കമ്മിറ്റിയാണോ? ബോർ കമ്മിറ്റി ആലോചിക്കട്ടെ. 46 ബോർ കമ്മിറ്റിയാണോ? ആ ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. എന്താ ബോർ കമ്മിറ്റി? എന്താ? എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണോ? ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണോ? ബോർ കമ്മിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റിയാണോ? അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനില്ല? ഇന്ത്യയിൽ ആദ്യമായിട്ട് BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനില്ല? ബോർ കമ്മിറ്റി. വർഷം 46-ൽ ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അറിയാമായിരുന്നു ഈ കാര്യം? സത്യം പറയായിരുന്നു, അറിയാമായിരുന്നു. വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും ഈ ഒരു കാര്യം, ഫസ്റ്റ് നഴ്സിംഗ് പ്രോഗ്രാം BSc നഴ്സിംഗ് എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ആകാൻ കാരണം ബോർ കമ്മിറ്റിയാണ്. അറിയാം എല്ലാവർക്കും. ഫ്ലോറൻസ് നൈറ്റിംഗേൽ മാത്രമല്ലേ? എല്ലാവർക്കും ഫ്ലോറൻസിനെ മാത്രമേ അറിയാവൂ. പക്ഷേ സർ ജോസഫ് ബോർ എന്ത് ചെയ്തു? 46-ൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഉപയോഗിച്ചുകൊണ്ട് 46-ൽ ഫസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം BSc നഴ്സിംഗ് പ്രോഗ്രാം RIK കോളേജ് ഡൽഹിയിലും
ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്താണ് CMC വെല്ലൂരിലും സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആയോടെ? 46%. ഞാൻ ഒരു പോയിന്റ് പോലും മിസ് ചെയ്തില്ല. വർഷങ്ങൾ തുടങ്ങിയപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാകെ പറയാണ് പഠിക്കുക. 46 വർഷം ഉണ്ടോ? ഇനിയും 46 കഴിഞ്ഞാൽ അടുത്തൊരു മേജർ ഡെവലപ്മെന്റ് വരുന്ന വർഷം ഏതാ? 46 കഴിഞ്ഞാൽ അടുത്തൊരു മേജർ ഡെവലപ്മെന്റ് വരുന്ന വർഷം ഏതാ? 46 കഴിഞ്ഞാൽ അടുത്ത മേജർ ഡെവലപ്മെന്റ് വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് INC ആക്ട് പാസ് ചെയ്ത വർഷം ഏതാ? INC ആക്ട് പാസ് ചെയ്ത വർഷം ഏതാ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പാസ് ചെയ്ത വർഷം 47 47. ഇതേ ബോർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 47 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പാസ് ചെയ്തോ? ഇതേ ബോർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 47 INC ആക്ട് പാസ് ചെയ്തോ? ആക്ട് പാസ് ചെയ്തോ? 47 അതായി. 49 എന്താ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വന്നോ? 47 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വെച്ച് 49 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വന്നോ? 47 നഴ്സിംഗ് കൗൺസിൽ ആക്ട് പാസ്സായത് വഴി 49 നഴ്സിംഗ് കൗൺസിൽ വന്നോ? 47 നഴ്സിംഗ് കൗൺസിൽ ആക്ട് വെച്ച് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ 47 വന്നോടെ? 47 നഴ്സിംഗ് കൗൺസിൽ ആക്ട് വെച്ച് 47 നഴ്സിംഗ് കൗൺസിൽ ആക്ട് വെച്ച് 49 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വന്നോ? 49 ഫസ്റ്റ് പ്രീവിയസ് ചോദ്യമായിരുന്നു. നഴ്സിംഗ് കൗൺസിൽ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ഏതാ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം ഏതാ? 49. അതിന് കാരണമായ ആക്ട് ഏതാ? നഴ്സിംഗ് കൗൺസിൽ ആക്ട്. 47 നഴ്സിംഗ് കൗൺസിൽ ആക്ട് വഴിയാണ് 49 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വന്നത്. സ്വാതന്ത്ര്യം കിട്ടിയോ? സ്വാതന്ത്ര്യം കിട്ടി. ശേഷം എന്തായിരിക്കും? ശേഷമാണ് വളരെ മേജർ കാര്യങ്ങൾ വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 47 ആണോടെ? 47 അല്ലേ? ആണോ? 47 ഓർമ്മയുണ്ടോ? ആണോ? യെസ്. ശേഷം വർഷം ഏതാ? 47 ശേഷം വർഷം ഏതാ? 51. എല്ലാവരും ഈ പറഞ്ഞ ANM കണ്ടിട്ടുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ ANM അല്ലേ എല്ലാവരും? സ്റ്റാർട്ടിങ്ങിൽ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് അല്ലേ എല്ലാവരും? ആ കാലത്ത് സ്റ്റാർട്ടിങ്ങിൽ മിക്കവാറും എല്ലാവരും ഇത് ANM അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം 51. 1951 ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാ? 51. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന ANM സ്റ്റാർട്ട് വർഷം 51. എവിടെയാ? സ്ഥലം എവിടെയായിരിക്കും? ഇന്ത്യയിലെ പഞ്ചാബ് ആട്ടോ. ആദ്യമായിട്ട് ഈ പറഞ്ഞ ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടെയാ? പഞ്ചാബിലാണ്. കേരളമല്ല. ആദ്യമായിട്ട് ANM പ്രോഗ്രാം സ്റ്റാർട്ട് വർഷം 51. സ്ഥലം എവിടെയാ? പഞ്ചാബിലെ ഈ പറഞ്ഞ അവിടെ വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ANM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇത് MSc നഴ്സിംഗ് എപ്പോഴാ? ANM 51 ഫസ്റ്റ് 2 വർഷത്തെ കോഴ്സാണ്. 59 2 വർഷത്തെ കോഴ്സായിട്ട് സ്ഥലം എവിടെ? RI കോളേജ് അല്ലേ? RIK കോളേജ് ഡൽഹി. MSc നഴ്സിംഗ് പ്രോഗ്രാം 2 വർഷത്തെ കോഴ്സായി 59 സ്റ്റാർട്ട് ചെയ്തു. 59 2 വർഷത്തെ കോഴ്സായി MSc പ്രോഗ്രാം RI കോളേജ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അത് കുറെ വർഷം പഠിക്കാറുണ്ടോ? ഫൗണ്ടേഷൻ പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിക്ക് അത് വർഷം പഠിക്കാറുണ്ടോ? ആർക്കെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ വർഷങ്ങളും ഇത് 2 ക്ലാസ്സസ് ആയിട്ട് റെക്കോർഡിങ്സ് വേണം. കമ്മ്യൂണിറ്റി ഫുൾ വർഷം സ്റ്റാർട്ട് തൊട്ട് വർഷങ്ങൾ മാത്രം 2 ക്ലാസ് ആയിട്ട് റെക്കോർഡിങ് വേണം. ഇപ്പൊ വേണോ അതോ സമയത്തിന് മതിയോ?
കാലത്തിന് മുന്നേ സഞ്ചരിക്കുക എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും. കാലത്തിന് മുന്നേ സഞ്ചരിക്കുക എന്ന് പറയാറുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഫുൾ വർഷങ്ങൾ, കാരണം ഞാൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് അടുത്ത മാസമായി പോകും, ഞാൻ പഠിപ്പിക്കുമ്പോൾ ചിലപ്പം അടുത്ത മാസമായി പോകും, അതുവരെ കാത്തിരിക്കണം. ഞാൻ ഇത് ലൈവായി പഠിപ്പിക്കുമ്പോൾ ചിലപ്പം അടുത്ത വർഷമാവും. ഒരു ചോദ്യം കൂടെ ആർക്ക് കഴിഞ്ഞ DHS പഠിപ്പിച്ച് കമ്മ്യൂണിറ്റി റെക്കോർഡിങ്സ് എല്ലാം വേണം. ഒരാഴ്ച തരാം, പഠിക്കുക. ഇപ്പോൾ സമയം കിട്ടുന്നില്ല, വായിച്ച് പഠിക്കുക. നോട്ട്സ് എല്ലാം കഴിച്ചു കിട്ടിക്കാണല്ലോ. എന്ത് നോട്ട്സ് കിട്ടിക്കാണെങ്കിലും കമ്മ്യൂണിറ്റി കുറെ നോട്ട്സ് കിട്ടിക്കാണല്ലോ എല്ലാവർക്കും. കിട്ടിക്കാണല്ലോ എല്ലാവർക്കും. ഇപ്പോൾ നീന്ത് ഗ്രൂപ്പിനകത്ത് കിട്ടിക്കാണും. അതുപോലെ ഈ വർഷങ്ങളെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന മുമ്പായിട്ട് പഠിക്കാൻ വേണ്ടി അയച്ചു തരാം. എന്നിട്ട് വർഷങ്ങൾ ഫുൾ കമ്മ്യൂണിറ്റിക്കകത്ത് ഫൗണ്ടേഷൻ അല്ലേ, ഇത് ഫൗണ്ടേഷൻ പഠിക്കുന്ന വർഷം ഇതൊക്കെ. അതുപോലെ കമ്മ്യൂണിറ്റിക്കകത്ത് കുറെ വർഷം പഠിക്കുന്നുണ്ട് അല്ലേ. ഇന്ന് ബോർ കമ്മിറ്റി, ഇന്ന് ശ്രദ്ധ കമ്മിറ്റി, ഇന്ന് മുതല് കമ്മിറ്റി അല്ലേ, അല്ലേ കുറെ പഠിക്കുക വർഷങ്ങൾ. അതുപോലെ എല്ലാ വർഷങ്ങളും കമ്മ്യൂണിറ്റിയുടെ 2 ക്ലാസ്സായിട്ട് സ്റ്റഡി നോട്ടും റെക്കോർഡിങ്ങും അയച്ചു തരാം. ആ വർഷങ്ങളെല്ലാം പഠിക്കുക. വർഷങ്ങൾ ഇവ ചോദിക്കില്ലെങ്കിലും നമ്മൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വർഷങ്ങൾ ഈയിടെയായിട്ട് ചോദിക്കാറില്ല അല്ലെ. ഈ 2 വർഷം ഇടയ്ക്ക് വർഷങ്ങൾ വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. എങ്കിലും പഠിക്കേണ്ടത് നമ്മൾ പഠിച്ചിരിക്കണം. ജസ്റ്റ് വായിച്ചെങ്കിൽ വെക്കുമല്ലോ, ജസ്റ്റ് വായിച്ചു വെക്കുക. കഴിഞ്ഞ 2 വർഷം അധികം വർഷങ്ങൾ ചോദിച്ചിട്ടില്ല, എങ്കിലും വർഷങ്ങൾ പഠിക്കേണ്ടത് വായിച്ചു വെക്കുക. ഓക്കെ. ചിലപ്പോ ചോദിച്ചത് അല്ലേ, ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചോദിച്ചെന്ത് ചെയ്യും? അപ്പൊ ഫസ്റ്റ് ഇത് MSc നഴ്സിംഗ് വർഷം ഏതാ? 59. MSc നഴ്സിംഗ് ആണെങ്കിൽ 59 2 വർഷത്തെ കോഴ്സാണ്. RIE കോളേജ് ഡൽഹി. ക്ലിയർ? ഇനി നമ്മുടെ ഇത് നഴ്സിംഗിനെ ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ച വർഷം ഏതാ? നമ്മുടെ നഴ്സിംഗിനെ ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ച വർഷം ഏതാ? 1970. അത്രയും വർഷമായിട്ട് നഴ്സിംഗിനെ പ്രൊഫഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. WHO നഴ്സിംഗിനെ WHO ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ച വർഷം 70-ലാണ്. ആരാ? WHO. WHO നമ്മുടെ നഴ്സിംഗിനെ ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ച വർഷം ഏതാ? 70 മറക്കരുത്. 1970-ലാണ് WHO നഴ്സിംഗിനെ ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ചത്. 86 എന്ത് വന്നു? ആദ്യമായിട്ട് ഇത് GNM-ന് വേണ്ടി സെപ്പറേറ്റ് ഒരു കരിക്കുലം വന്ന വർഷം ഏതാ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആദ്യമായിട്ട് GNM-ന് വേണ്ടി സെപ്പറേറ്റ് കരിക്കുലം കൊണ്ടുവന്ന വർഷം ഏതാ? GNM-ന് വേണ്ടി മാത്രം, GNM നഴ്സിംഗിന് വേണ്ടി മാത്രം ഒരു പ്രോപ്പർ കരിക്കുലം, സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോപ്പർ കരിക്കുലം കൊണ്ടു വർഷം 86. മറക്കരുത്, GNM-ന് വേണ്ടി മാത്രം പ്രോപ്പർ ആയിട്ട് സെപ്പറേറ്റ് കരിക്കുലം കൊണ്ടു വർഷം ഏതാ? 86 അല്ലേ. കാരണം എന്നറിയാമോ? അത്രയും സമയത്തോളം ഇത് കേരളത്തിൽ സെപ്പറേറ്റ് കരിക്കുലം, തമിഴ്നാട് സെപ്പറേറ്റ് കരിക്കുലം, ആന്ധ്ര, കർണാടക എല്ലായിടത്തും പല കരിക്കുലം കേട്ടോ. ഇത് 86 വരെ. പക്ഷെ 86 എന്ത് ചെയ്തു? എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും GNM പഠിക്കുമ്പോൾ ഒരുപോലെ പഠിക്കുക അല്ലേ. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരു കരിക്കുലം, ഒരു സിലബസ് GNM-ന് വേണ്ടി കൊണ്ട് വർഷം ഏതാ? എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപോലെ ഒരേ സിലബസിൽ നഴ്സുമാർ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് കൗൺസിൽ GNM-ന് കരിക്കുലം അറിയാൻ സിലബസ് അല്ലേ, കരിക്കുലം സിലബസ് അല്ലേ. GNM-ന് വേണ്ടി മാത്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരു സിലബസ് കൊണ്ടുവന്ന വർഷം ഏതാ? 86. എല്ലാ സ്റ്റേറ്റുകാരും എല്ലാ സ്റ്റേറ്റ് നഴ്സുമാരും ഒരുപോലെ നഴ്സിംഗ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, സെയിം ആയിട്ട്, അല്ലാതെ അവിടെ വേറെ ഇവിടെ നിന്നല്ല, ഒരുപോലെയായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിലബസ് വന്ന വർഷം 86. കേരളം ഇതുവരെ പറഞ്ഞ കുഞ്ഞെ, ഇതുവരെ ഒരു കേരളം പറഞ്ഞു? ഇതുവരെ 86 വരെയായിട്ട് കേരളം പറഞ്ഞില്ലല്ലോ. ഇനി കേരളത്തിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം വർഷം ഏതാ? പഠിക്കണം. കേരളത്തിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം ഏതാ? 72. എവിടെ? സ്ഥലം എവിടെയാ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് 72-ൽ BSc നഴ്സിംഗ് പ്രോഗ്രാം വന്നത്. കേരളത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാടെ? ട്രിവാൻഡ്രം അല്ലേ. കേരളത്തിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാ? ട്രിവാൻഡ്രം അല്ലേ. കേരളത്തിലെ ഫസ്റ്റ് ട്രിവാൻഡ്രം അല്ലേ. അവിടെയാണ് ഫസ്റ്റ് നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട്. നമ്മുടെ കേരളത്തിലെ
ഫസ്റ്റ് നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം 72. സ്ഥലം എവിടെയാ? ട്രിവാൻഡ്രം MCS. വർഷം കിട്ടിയോ? വർഷം ഫുള്ള് കിട്ടിയോ? എല്ലാം കിട്ടിയോ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് കിട്ടിയോ? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ കിട്ടിയോ? എല്ലാവർക്കും ഒരു ചാപ്റ്ററായ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് കിട്ടിയോ? എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ കിട്ടിയോ? കിട്ടിയോ? ഇന്ന് ടുമോറോ ക്ലാസ് ഉണ്ട്, ടുമോറോ സൺഡേ ക്ലാസ് ഉണ്ട്, ടുമോറോ സൺഡേ ക്ലാസ് ഉണ്ട്. ഉണ്ടോ? വേണോ? ആണല്ലോ. അടുത്ത ദിവസം പഠിക്കുന്നത് അറിയാമോ? ഇത് നഴ്സിംഗ് ഓർഗനൈസേഷൻ, നാഷണലും ഇന്റർനാഷണലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത സ്റ്റെപ്പായിട്ട് പഠിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ടുമോറോ ക്ലാസ് ഉണ്ട്, സൺഡേ ടുമോറോ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇത് സൺഡേ ടുമോറോ ക്ലാസ് ഉണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നാളെ കാണാം. താങ്ക് യു സോ മച്ച്. നാളെ കാണാം. ഓക്കെ, താങ്ക് യു. പഠിക്കണേ, പഠിക്കണേ, പഠിക്കാതിരിക്കരുതേ.